പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. അത് പറഞ്ഞുകൂടാ. ഇവിടെ തിരുവനന്തപുരത്തുള്ള ചില ഗുണ്ടകളാണ് അവിടെ വട്ടം കൂടിയിരുന്നത്. പാർട്ടിക്കാരൊന്നും അല്ലെങ്കിൽ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാരും ഇതുപോലെ നാണം കെട്ട ഒരു സമരത്തിന് പോവുകയില്ല. നമ്മളെയാണല്ലോ മച്ചമ്പി. ആർക്കറിയാൻ പാടുള്ളത് ഈ കേരള സംസ്ഥാനത്ത് അരിയാഹാരം കഴിക്കുന്നവർക്കെല്ലാം ഗോതമ്പ് ആഹാരം കഴിക്കുന്നവർക്കും അറിയാം. വീണ തൈക്കണ്ടി മാസാമാസം 5 ലക്ഷം രൂപ കരിമണൽ കർത്താവിന്റെ കൈപ്പറ്റി. നീ കുറെ നേടുന്നുണ്ടല്ലോ. എക്സാലോജിക്ക് സേവനം ചെയ്താലും ചെയ്തില്ലെങ്കിലും 3 ലക്ഷം കൊടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്. ഒരു കമ്പനിയുടെ ഉടമസ്ഥയ്ക്ക് മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് മാസാമാസം 5 ലക്ഷം രൂപ കൊടുക്കാൻ എവിടെയെങ്കിലും കിട്ടണം? നല്ല ചോദ്യം. അത് ലോക ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമല്ലേ. കമ്പനിക്ക് കാശ് കൊടുക്കുന്നു 3 ലക്ഷം, കമ്പനി ഉടമസ്ഥയ്ക്ക് കൊടുക്കുന്നു 5 ലക്ഷം. ഇതറിയാൻ പാടാത്ത ഏത് CPM കാരനാണ് ഇവിടെ ഉള്ളത്? ഒരു CPM കാരനുമില്ല. അപ്പൊ പിന്നെ ഈ സമരം എന്ന് പറഞ്ഞാൽ ശുദ്ധ ആഭാസമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസ് വെച്ച് എന്താ സുവർണ ക്ഷേത്രമാണ്? ഏരിയ സെക്രട്ടറി ബിന്ദ്രംപാലയാണോ? ഈ പോലീസുകാർക്ക് എന്തിനാണ് ലാത്തി കൊടുത്ത്? എന്തിനാണ് അവന്റെ തലയിൽ തൊപ്പി വെച്ച് കൊടുത്ത്? അയാൾക്ക് 1 ഡസൻ കരിവള മേടിച്ചു കൊടുക്കണം കയ്യിലിട്ട് കിലുക്കാനായിട്ട്. അല്ലാതെ ഇയാളെ ഈ പണിക്ക് പറ്റൂല. പുള്ളി വേറെ വല്ല ഏർപ്പാടിന് പോട്ടെ. പോലീസ് ഉദ്യോഗസ്ഥരാണ് IPS കാരനാണ്. അവന് IPS കൊടുത്താരാ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് ആദ്യം പിരിച്ചുകൊണ്ടത്. എനിക്കറിയാം. പോലീസ് സ്റ്റേഷനിൽ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല. ഇതെന്താ സുവർണ ക്ഷേത്രമല്ലേ? ഇയാളെ ബിന്ദ്രംപാലയാണോ? ലോങ്കേവാളാണോ? ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നതാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയെ സന്തോഷിച്ച ആളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്. നേരത്തെ മന്ത്രിയാണ്, നേരത്തെയും ആഭ്യന്തരമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പിന് സ്വന്തമായിട്ട് പൂർണ്ണസമയം പ്രവർത്തിക്കുന്ന ഒരു മന്ത്രി ആവശ്യമുണ്ട്. ഞാനത് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും അതിന് മുമ്പത്തെ സർക്കാരിന്റെ കാലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു ആഭ്യന്തരമന്ത്രിയുടെ എന്താ കാര്യമുള്ളത്? അദ്ദേഹം കർശനമായ നിർദ്ദേശം കൊടുക്കട്ടെ. അവരോ കഴിഞ്ഞിട്ട് പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി എനിക്ക് അസംതൃപ്തിയുണ്ട്, ഇങ്ങനെ താങ്കൾ ചെയ്തത് ശരിയായില്ല, കുറച്ചുകൂടി ഊർജിതമായിട്ട് ചെയ്യേണ്ടായിരുന്നു എന്ന് പറയാനാണോ ആഭ്യന്തരമന്ത്രി? അപ്പൊ താൻ ഇത്രയ്ക്ക് മണ്ടനായി പോയല്ലോ. ഇദ്ദേഹം 8 മണിക്കൂർ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു? പുള്ളി എവിടെ പോയിരിക്കായിരുന്നു? ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ആളുകളും അറിഞ്ഞല്ലോ അവിടെ എന്താണ് നടക്കുന്നത്. ഈ വാടക വീടിന്റെ മുമ്പിൽ എന്ത് കോലാഹലമാണ് നടക്കുന്നത് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ലേ? പുള്ളിക്കൊരു ഉത്തരവാദിത്വമില്ലേ? അദ്ദേഹത്തിന് ആ സ്ഥാനത്തിരിക്കണം. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പോലീസുകാർക്ക് ധൈര്യമില്ല. അവർക്ക് സഖാക്കളെ കാണുമ്പോൾ മുട്ടുകാലിടിക്കും, മൂത്രമൊഴിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. മൂത്രശങ്കയുള്ള ആളുകൾ പോലീസിലുണ്ട്, മൂത്രാശയ രോഗമുള്ളവരുമുണ്ട്, മാർക്സിസ്റ്റുകാരെ കാണുമ്പോൾ മൂത്രം പോകുന്നവരുമുണ്ട്. പക്ഷേ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി അങ്ങനെ ഞെട്ടേണ്ട ആവശ്യമില്ല. ആഭ്യന്തരമന്ത്രിക്ക് ഭേദം ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ. അദ്ദേഹം എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു? അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി വിളിച്ചു പറയരുത്, അല്ലെങ്കിൽ പോലീസ് മേധാവി വിളിച്ചു പറയരുത്. ഇവിടെ കോപാളിത്തരം കാണിക്കാൻ സമ്മതിക്കരുത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇത് അവരുടെ ഗുണ്ടായുസത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞു. 10 കൊല്ലം നാട്ടുകാർ ഇതൊക്കെ സഹിച്ചു. ഇനിയും സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് സഹിച്ച് സഹി കേട്ടിട്ടാണല്ലോ ജനങ്ങൾ ഇവരെ ജയിപ്പിച്ചത്. അല്ലാണ്ട് ഇവരുടെ VD സതീശന്റെയോ രമേശ് ചെന്നിത്തലയുടെ മുഖസൗന്ദര്യം കണ്ടിട്ടല്ലോ നമ്മൾ വോട്ട് ചെയ്തത്. അല്ല, ആളുകൾ വോട്ട് ചെയ്ത് ഈ ദുർഭരണം അവസാനിക്കാൻ വേണ്ടിയിട്ടാണ്, ഇവരുടെ ഗുണ്ടായുസം അവസാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ശിവൻകുട്ടി സംഘത്തിന്റെ, നമ്മുടെ ബാലുശ്ശേരിയിലെ തോറ്റ MLA അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാർ മുഴുവൻ വെറുത്ത മുൻ മേയറുടെ അവരുടെയൊക്കെ കോമാളിത്തരോ കോപ്രായം കാണാനാണോ ജനങ്ങൾ ഈ UDF-ന് 100 ചില്ലാൻ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചത്? അല്ല, അതിനല്ല ജയിപ്പിച്ചത്. ഇവിടെ സൽഭരണം കൊണ്ടുവരാനാണ്, ഇവരുടെ ഗുണ്ടായുസം അവസാനിപ്പിക്കാനാണ്. അല്ല, രമേശ് ചെന്നിത്തലയുടെ വർത്താനം കേട്ടതൊന്നും അദ്ദേഹത്തിന്റെ മുഖസൗന്ദര്യം കണ്ടിട്ട് നമ്മൾ വോട്ട് ചെയ്തതാണ്. അദ്ദേഹം ഒരു പുണ്യവാനായതുകൊണ്ട്, പുണ്യപുരുഷനായതുകൊണ്ട് വോട്ട് ചെയ്ത അദ്ദേഹത്തെ ആഭ്യന്തരമന്ത്രി കസേരയിൽ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റിദ്ധാരണ അത് ഇപ്പൊ മാറ്റണം. അതുപോലെ സതീശനൊരു ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹം ഈ നിമിഷം വരെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് എന്താ വാക്കുകൾക്ക് ക്ഷാമമുണ്ടോ? അതോ അദ്ദേഹം പഠിച്ച മലയാളം മറന്നുപോയോ? ഇതിനെക്കുറിച്ച് പറയാൻ ഉത്തരവാദിത്വമില്ലേ? ED റൈഡിനെ കുറിച്ച് പറയണ്ട, ഇവിടെ നടക്കുന്ന ഗുണ്ടായുസത്തെ പറ്റി പറയണ്ടേ, പോലീസുകാരെ കൈ കെട്ടുന്നതിനെ പറ്റി പറയണ്ടേ? അതിനെപ്പറ്റി പറയാനുള്ള ഉത്തരവാദിത്വം കേരള മുഖ്യമന്ത്രിക്കുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഒരാഴ്ചയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരാഴ്ചയിൽ ഒരു ദിവസമായാലും പറയണം, ഒരു മണിക്കൂറായാലും പറയണം. അതിനാണ് മുഖ്യമന്ത്രി നമ്മൾ വോട്ട് ചെയ്ത് അവിടെ ജയിപ്പിച്ച് അവിടെ ഇരുത്തിയേക്കണത്. വളരെ ശരിയാണ് ജയശങ്കർ പറഞ്ഞത്. കഴിഞ്ഞത് ശരി ചത്താ ഞാൻ നാളെ വരാം. അല്ല ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.